ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിൽ 5 പട്ടികളുണ്ടല്ലോ, 4 ടെറിയറും ഒരു നാടൻ പട്ടിയും. അപ്പോൾ അവരെ രാവിലെ തുറന്നൊക്കെ വിട്ടു, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുറ്റം എല്ലാം കഴുകിയിട്ടു. ഈ സമയം നമ്മൾ ജിമ്പറും ഉണ്ടല്ലോ, ചെരുപ്പിനെ എടുത്തുകൊണ്ട് ഓടുക, ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ കൂട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ യാമിയെയും സിംബയും ഒരു സൈഡാക്കി, അതുപോലെ തന്നെ റോക്കിയും ബബലിനും ഒരു സൈഡാക്കി. അങ്ങനെ നമ്മൾ 5 പട്ടികളെയും രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കൂട്ടിലാക്കി നമുക്ക് നേരെ കിച്ചണിൽ പോകണം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ വീഡിയോയിലേക്ക്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി രാവിലത്തെ കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പം ഞാനത് പുന്നലിൻ്റെ മാവിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇന്നലെ തന്നെ അമ്മ ചക്കയ്ക്കുള്ള അവിയലിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ മുട്ട പട്ടികൾക്ക് വേണ്ടി, വെള്ളക്കോഴിയുടെ മുട്ട തീർന്നായിരുന്നു. അപ്പോൾ നമുക്കുള്ള മുട്ട തന്നെ അവന്മാർക്ക് പൊരിക്കാനായിട്ട് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ കഴിച്ചതായൊരു മെഡിക്കൽ സ്റ്റോറിൽ നെല്ലിക്ക കാന്താരി അത് ഇച്ചിരി എടുത്തിട്ട് 50 ml എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇച്ചിരി ഉപ്പിട്ട് രാവിലെ കുടിക്കും കേട്ടോ. പിന്നെ അത് മീനാണ്, മീനും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇത് വട്ടക്കണ്ണി മീനെന്ന് പറയും. മറ്റേ മീൻ ഞങ്ങൾ ട്രിവാൻഡ്രം സൈഡ് കൊഴിയാള എന്ന് പറയും, ദൂരോട്ടൊക്കെ അയലക്കണ്ണി എന്നാണ് പറയുന്നത്. അപ്പം അത് വറുക്കാൻ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പിഴിഞ്ഞ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നപ്പോഴാണ് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ പൈനാപ്പിൾ എടുത്ത് വെച്ചില്ല എന്ന് ഓർത്തത്. കുറേ ദിവസം അത് വാങ്ങി വെച്ചിട്ട് ഇച്ചിരി അത് അഴുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുപ്പ് കത്തിച്ചു, അതുപോലെ തന്നെ തേങ്ങാപ്പാലും വെള്ളവുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മാവിനകത്ത് കുറച്ച് തേങ്ങയും ഉപ്പും കൂടിയിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിടിയെന്നൊക്കെ പറയുമല്ലോ, അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം സൈഡിൽ ഉണ്ട എന്നൊക്കെ പറയും. പിന്നെ ഒരു സ്റ്റൈലിന് വേണമെങ്കിൽ കൊഴുക്കട്ട എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇച്ചിരി വെള്ളം നനച്ചു, നല്ലോണം ഒന്ന് നനച്ചെടുത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് മാത്രം ഈ പിടി ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉണ്ട പോലെ ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ആ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ പിടി ഇതെന്താ പറയുക പൊട്ടിപ്പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്തായാലും വെള്ളം തിളച്ചു. ആ വെള്ളം തിളച്ചതിന് ശേഷം ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകൾ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മാവിൽ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തീരെ തിക്കായിട്ട് വരില്ലേ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ശർക്കരയും കൂടി ചേർക്കും കേട്ടോ. പുന്നലിൻ്റെതാണല്ലോ, അപ്പോൾ അതങ്ങനെ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റിലൂടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് അവിടെ കുറുകി വരട്ടെ. ഈ സമയം നമുക്ക് കഞ്ഞി കുക്കറിനകത്താക്കാം. അപ്പോഴത്തേക്ക് ഞാൻ അരി നല്ലോണം എടുത്ത് കഴുകണം കേട്ടോ. അപ്പോൾ ചെറുമണി അരിയാണ് എനിക്ക്, അതാണ് ഇഷ്ടം കേട്ടോ. പണ്ട് ഞങ്ങൾ ജയ അരി സുരേഖ അരിയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചെറുമണി അരിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് അരി കഴുകി കുക്കറിനകത്താക്കിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ഉണ്ട അവിടെ തിളച്ച് ഒരു പരുവത്തിലാക്കി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിത് അവിടെ കുക്കറിൽ അരിക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടയുടെ വെള്ളമൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കേടായി കിടക്കുന്നത്, പിന്നെ നമുക്ക് തുടച്ചോളാം. ഓക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പിടി അല്ലെങ്കിൽ കൊഴുക്കട്ട അല്ലെങ്കിൽ ഉണ്ട ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നല്ല സൂപ്പറായിരുന്നു. ഈ സമയം കൊണ്ട് ഞാൻ പട്ടികൾക്കുള്ള മുട്ട ഉണ്ടല്ലോ, 5 മുട്ട, ഒരു കുഞ്ഞു മുട്ടയാണല്ലോ, അപ്പോൾ അത് കാരണം ഇവർക്ക് തികയത്തില്ല. എന്നാൽ ഇച്ചിരി കൊടുക്കാമെന്ന് ഓർത്തിട്ട് 5 മുട്ട ഇച്ചിരി ഉപ്പിട്ട് ഇങ്ങോട്ട് നല്ലോണം ഇങ്ങനെ ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ പെഡിഗ്രിയുടെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജിംബ്രൂട്ടാന് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചൂടുവെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് അവന് കൊടുത്തിരിക്കുന്നത്. ഈ സമയം ഞാൻ ഇച്ചിരി കഴിക്കാൻ എടുത്തായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഈ സമയത്തിന് 11 മണി കഴിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തിക്കായിട്ടിരിക്കില്ല, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഉണ്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ സമയം ഒരു 11:20 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ച് ഇച്ചിരി കിട്ടുള്ളൂ, ബാക്കിയെല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം ഞാൻ ആര്യമ്മളോട് പറഞ്ഞ് തേങ്ങ ചിരുവി തരാനായിട്ട്. അങ്ങനെ എന്താ ഞാൻ പൈനാപ്പിൾ തിളച്ച സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ല തിളപ്പിക്കാൻ വെച്ചു. ഈ സമയം ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങയും പച്ചമുളക്, ഇച്ചിരി ഉലുവാപ്പൊടി, ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി കേട്ടോ. അപ്പോൾ അത് നല്ലോണം അരച്ചങ്ങെടുത്തു. ഈ തിളച്ച് വെന്ത് വരുന്ന ആ പൈനാപ്പിൾ കഷ്ണത്തിലേക്ക് ഞാൻ അരപ്പങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ അധികം അങ്ങ് തിളച്ച് പൊങ്ങിപ്പോകരുത് കേട്ടോ. അപ്പോൾ ആ തിളച്ചിങ്ങനെ വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നിർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു താളിപ്പ് ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൽ ഈ പൈനാപ്പിൾ കറി ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് മീനെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ സമയം ഞാൻ ചക്ക അവിയലിന് വേണ്ടി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ഞാൻ എൻ്റെതായിട്ട് സ്റ്റൈലിലാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ചക്ക അവിയലിനുള്ള അരച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചക്കയും അതുപോലെ ചക്കക്കുരുവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ അരപ്പെടുത്തിട്ട് മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അത് ഇച്ചിരി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും ആവശ്യത്തിന് ഒരു സൈഡിലങ്ങ് ഇട്ട് കൊടുത്ത് ഞാൻ ഇളക്കത്തില്ല കേട്ടോ. ഇങ്ങനെ നല്ല അങ്ങ് വെച്ചിട്ട് ഒരു തിള വന്നതിന് ശേഷം മാത്രമേ ഞാൻ ചുറ്റിച്ച് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു, എന്നാൽ തന്നെ എനിക്ക് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്
ഇട്ടിട്ടുണ്ടായിരുന്നു. ചക്ക നല്ല വേകുന്ന ചക്ക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പ്ലാവിലെ സ്വന്തം പ്ലാവിലെ ചക്കയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്കത് അവിയലിനുള്ളത് അത് അടച്ചു വയ്ക്കാം. അപ്പോൾ ചക്ക നിങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ചക്ക എരിശ്ശേരി ഇഷ്ടമാണ്. ചക്ക സീസൺ വന്ന് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാമല്ലേ. അങ്ങനെ അതാ നമ്മുടെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തന്നെ വട്ടക്കണ്ണി മീൻ കേട്ടോ. ഇപ്പം പോകുന്ന സമയത്ത് ഈ ചൂരക്കുട്ടിയും ഈ വട്ടക്കണ്ണി, ഈ അയലക്കണ്ണി ഇതൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇതാ കണ്ടോ, നല്ല അടിപൊളി പച്ചമീൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ടിങ്ങനെ TB ജംഗ്ഷൻ ടൗണിൽ പോകുന്നത്. വിഴിഞ്ഞത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടും വൈകുന്നേരം പോയി കഴിഞ്ഞാൽ. അത് കാരണമാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 6 അയലക്കണ്ണി 500 രൂപയായിട്ടാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇച്ചിരി കുറവ്. ഇന്നോളം ഞാൻ 100 രൂപ കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കും കറി വയ്ക്കാനും അതുപോലെ നമുക്കും കഴിക്കാം, പട്ടികൾക്കും കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചക്ക അവിയലോട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞാനൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല വെന്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് താളിപ്പ് ചേർക്കാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഇനി ഭയങ്കര ഇഷ്ടമാണ്. ചക്ക സീസൺ വന്നു കഴിഞ്ഞാൽ ഈ അവിയലും എരിശ്ശേരിയൊക്കെ കൂടെ എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ ഒരു താളിപ്പ് ആവശ്യമാണ്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഞാൻ ആദ്യം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക്, കടുക്, കറിവേപ്പില, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു താളിപ്പ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നല്ല തണുത്ത് വരുന്ന സമയത്ത് മാത്രമേ തൈര് ചേർക്കാവൂ കേട്ടോ. അപ്പോൾ അത് താളിച്ച് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ അരയ്ക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് കറണ്ട് പോകുന്നതിന് മുന്നേ മീൻ അരച്ച് വെക്കുന്നു. പച്ചക്ക് അരയ്ക്കുവാണ് കേട്ടോ. തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ പുളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഉള്ളി ചേർക്കും, പക്ഷേ ഞാൻ ചേർക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പട്ടുകുട്ടന്മാർക്ക് കൊടുക്കുന്ന കാരണമാണ് ഉള്ളി ചേർക്കാത്ത കേട്ടോ. അങ്ങനെ തേങ്ങ ഞാൻ നല്ല മഷൂല അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അവിയലും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒന്ന് നല്ല ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക കഴിക്കുക, ചക്ക ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഈ സമയം ഞാൻ മീൻ ഇത് അരപ്പ് തിളച്ച് വന്നതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി മീൻ അങ്ങനെ ഇട്ട് കൊടുക്കും. ഈ വട്ടക്കണ്ണി മീനുണ്ടല്ലോ, കട്ടി കുറഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കട്ട തൈര് കേട്ടോ, 1 കപ്പ് കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കറക്കി അവിടെ വെച്ച് അതിൻ്റെ അവിടെ പമ്പരം കണക്കെ കറങ്ങട്ടെ അവിടെ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം തന്നെ മീൻ വറുക്കണമല്ലോ, ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ ആയിരിക്കട്ടെ. ഇനി നമ്മൾ മീൻ കഴുകിയ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കണ്ടേ. സുംബ ഓടുകയാണ് ഫ്രണ്ടിൽ, അവളൊന്നും കഴിക്കത്തില്ല കേട്ടോ. എങ്കിൽ തന്നെയും നമ്മൾ പൂച്ചകൾക്കെല്ലാം ഈ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ കഴിക്കുന്നുണ്ട്. അവിടെ അടികളൊക്കെ കൊടുത്താൽ കണ്ടോ, തല്ലൊക്കെ കൂടി അവരൊന്ന് മിണ്ടിയും പറഞ്ഞും വഴക്കൊക്കെ കൂടി അവിടെ നിൽക്കി. ഈ സമയം ഞാൻ വീണ്ടും അടുക്കളയ്ക്കകത്ത് വന്നു. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇനി ചോറ് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ വാർക്കാൻ വെക്കണം കേട്ടോ. ഈ സമയം തന്നെ ഏകദേശം 1:30 മണിയായി കേട്ടോ. ഈ ടൗണിൽ പോവുകയും വേണം. അങ്ങനെ മീൻ എടുത്തു വെച്ചു. ഈ സമയം നമ്മുടെ മീൻ അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ മീൻ വറുക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് മീനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളിയും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കും കേട്ടോ. ഈ സമയത്ത് വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. പിന്നെ ഗരം മസാലയും കുരുമുളകും ഒക്കെ ഉള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. ഈ വെളുത്തുള്ളി നിങ്ങൾ ചതച്ച് ചേർക്കുന്നുണ്ടോ? ചതച്ച് ചേർക്കുന്നില്ലെങ്കിൽ എടുക്കണം കേട്ടോ. ടങ്ക് സ്ലിപ്പാകുന്നുണ്ട്. ഈ സമയം വെളുപ്പിന് 3 മണിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വോയിസ് ഓവർ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധത്താലാണ് ഞാൻ ഇന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറായി, പൈനാപ്പിൾ പുളിശ്ശേരി, ചക്ക അവിയൽ, മീൻ വറുത്തത്, നല്ല നാരങ്ങ അച്ചാർ, നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ്, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.